നമ്മൾ മധുരയിൽ വന്നാൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മധുരൈ സിറ്റി, മധുര മീനാക്ഷി ടെമ്പിൾ ഇതെല്ലാം നമുക്കൊരു ദൂരദൃഷ്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സിറ്റിയുടെ ഒരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വട്ടം നമ്മൾ പോയത് മധുരയിലേക്കാണ്. തലേ ദിവസം 10:45 KSRTC ആണ് നമ്മൾ കൊല്ലത്ത് ചൂസ് ചെയ്തത് മധുരയിലെത്താൻ. ഒരു 1 ഡേ പാക്കേജാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ മധുരയിലെത്തി, ഫ്രഷായി മധുര മീനാക്ഷി ടെമ്പിൾ ആദ്യം നമ്മൾ സന്ദർശിച്ചു. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് പുറമേ ഉള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തുള്ളൂ. അതിനുശേഷം നമ്മൾ മഹാത്മാഗാന്ധി മ്യൂസിയത്തിലേക്കാണ് യാത്ര തിരിച്ചത്. ഊബറിൽ സെർച്ച് ചെയ്തപ്പോൾ 85 രൂപയാണ് കാണിച്ചത്. പക്ഷേ ഓട്ടോക്കാരൻ 150 രൂപ അടുപ്പിച്ച് നമ്മുടെ നിന്ന് മേടിച്ചു. റോഡിൻ്റെ കണ്ടീഷൻ മോശമാണെന്ന് പറഞ്ഞാണ് പുള്ളി അത് നമ്മുടെ നിന്ന് മേടിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം അറിഞ്ഞത്, ഇവിടെ റിനോവേഷൻ നടക്കുകയാണ്. റിനോവേഷൻ നടക്കുന്ന കാരണം മ്യൂസിയത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല. ഇനി നമ്മൾ പോകുന്നത് തിരുമലയിൽ നായക്കർ പാലസിലേക്കാണ്. ഈ പാലസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകളും ചിത്രീകരിച്ചത് ഈ പാലസിൽ വെച്ചാണ്. നമ്മൾ ഉദാഹരണം പറയാൻ, നമ്മൾ ബോംബെ സിനിമയ്ക്കകത്തുള്ള പാട്ട് സീനിനകത്ത് ഈ പാലസ് വരുന്നുണ്ട്. അതേപോലെ വിക്രമിൻ്റെ ഭീമ എന്ന സിനിമയ്ക്കകത്ത് ഈ പാലസ് വരുന്നുണ്ട്. ഈ പാലസിൻ്റെ മേളിലും ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലസിനെ ചുറ്റിപ്പറ്റി നമുക്ക് കാഴ്ചകൾ കാണാം. അടുത്ത നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സാവ്ലാർ ഹിൽസ്. മധുരയിൽ ഏകദേശം ഒരു 6-8 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരത്താണ് ഈ സാവ്ലാർ ഹിൽസ് ഉള്ളത്. മധുര സിറ്റിയിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും സാവ്ലാർ ഹിൽസിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറി ബസ്സിൽ യാത്ര തുടങ്ങി നമ്മളിപ്പോൾ സാവ്ലാർ ഹിൽസിലേക്ക് പോവുകയാണ്. ഈ സാവ്ലാർ ഹിൽസിൽ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മധുരൈ സിറ്റി ഫുള്ള് കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഗോപുരം വരെ കാണാമെന്നാണ് പറയുന്നത്, മീനാക്ഷി ടെമ്പിളിൻ്റെ. നമ്മൾ മധുരയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സാവ്ലാർ ഹിൽസ്. നമ്മുടെ മധുരൈ സിറ്റിയിൽ നിന്ന് ബസ്സുണ്ട്. നമുക്ക് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മധുര മീനാക്ഷി ടെമ്പിൾ പ്ലാൻ ചെയ്യുക. രണ്ടാമത് നമുക്ക് ഗാന്ധിജിയുടെ മ്യൂസിയം പ്ലാൻ ചെയ്യുക. തിരുമലൈ നായക്കർ പാലസിലേക്ക് പോവുക.
അഥവാ അവിടുത്തെ മ്യൂസിയം സന്ദർശിക്കുക. അതിനുശേഷം നമ്മൾ ഉച്ചയോടെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടുന്ന് മധുരയിൽ നിന്ന് ബസ് കയറി നമ്മൾ എന്ത് ചെയ്യുക, സമന്ദർ ഹിൽസിലേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വൈകിട്ടൊരു വെയിലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പതുക്കെ മുകളിലേക്ക് കയറാം. മധുരൈ സിറ്റി ഫുള്ള് നമുക്ക് കാണാം. ഇവിടുന്ന് നമ്മൾ ചെന്നതിന് ശേഷം നമ്മളൊരു ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫുഡ് ആയിട്ട് നമ്മൾ കണ്ടെത്തി അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ യാത്ര അവസാനിക്കും. വൈകിട്ട് നമുക്കൊരു 12 മണിക്കാണ് ഇവിടുന്ന് തിരിച്ച് ട്രെയിനുള്ളത്. ആ ട്രെയിനിൽ നമ്മൾ സ്ലീപ്പർ ക്ലാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിൽ നമ്മൾ സുഖമായിട്ട് കിടന്ന് രാവിലെ നമ്മൾ കൊല്ലത്തെത്തുന്നു. ഒരു 1 ഡേ പാക്കേജ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ. മധുരയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഇതേപോലെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം, ഇത് ഇവിടുത്തെ ഫേമസ് ജിഗർചന്ദ എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം. പക്ഷേ സംഭവം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമ്മൾ പാൽപ്പേട, നമ്മുടെ ഷാർജയൊക്കെ കുടിക്കത്തില്ല, അതേപോലെ പാൽപ്പേട പോലത്തെ എന്തോ ടേസ്റ്റ് വരുന്ന ഒരു അടിപൊളി സാധനമാണ്. നമ്മളത് ടേസ്റ്റ് ചെയ്തു, അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ നല്ല തിരക്കും ഉണ്ട്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.